നമസ്കാരം. ഹെലികോപ്റ്റർ വിവാദം വീണ്ടും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. വീണ്ടും ഒരു പ്രളയവും പ്രകൃതി ദുരന്തവും കേരളത്തിൻ്റെ ചില ഭാഗങ്ങളെ ബാധിച്ചപ്പോൾ പതിവ് പോലെ രാഷ്ട്രീയ വിവാദവും കുതിച്ചെത്തി. തലേന്ന് രാത്രി പെയ്ത കനത്ത മഴ പ്രളയം വിതച്ച ദിവസം മുഖ്യമന്ത്രി വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോയെന്നാണ് പരാതി. പണ്ട് മുംബൈ ആക്രമണ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ 3 നേരം 3 സ്യൂട്ടിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് വാർത്തയായപ്പോൾ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു എന്നത് പഴയ കഥ. റോമാനഗരം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെപ്പോലെ പ്രളയദിനത്തിൽ വിരുന്നുണ്ട മുഖ്യമന്ത്രി ആധുനിക നീറോ എന്ന് പ്രതിപക്ഷവും കുറ്റപ്പെടുത്തുന്നു. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതാണ് മുഖ്യമന്ത്രി. എന്നാൽ അടിയന്തര പ്രാധാന്യമുള്ള ഔദ്യോഗിക കടമകൾ കാറ്റിൽ പറത്തി പൊന്നാനിയിൽ യൂത്ത് ലീഗ് നേതാവിൻ്റെ വസതിയിലെ സൽക്കാരത്തിൽ പങ്കുചേരുകയാണ് മുഖ്യമന്ത്രി. ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ കാറിയും കൊക്കൊക്കെ. എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA-മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ള ആളാണ്. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയല്ലേ? ഞാനന്ന് ഭക്ഷണം കഴിച്ചു പോയി. മുഖ്യമന്ത്രി ലീഗ് നേതാവിൻ്റെ വീട്ടിൽ ചിക്കനുമായിട്ടുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ചിക്കൻ കടായിലിടുന്നതിന് മുമ്പ് കടായി വഴക്കിയോ? ആട്ടുനെയ്യുരുക്കി കടായി വഴക്കണം, എന്നിട്ട് എണ്ണ നിറച്ച് കുടിപ്പിച്ച് വെക്കണം. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്! എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് ചിക്കനും മട്ടനും അതുപോലുള്ള വിഭവസമൃദ്ധമായ കാര്യങ്ങളാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? കുറേശ്ശെ വിളമ്പി കൊടുക്കടി. അധികം തിന്നാലേ എല്ലിൻ്റെ ഇടയിൽ കയറും. ഇപ്പൊ തന്നെ നെകളിപ്പ് കൂടുതലാ. ഇത് യഥാർത്ഥത്തിൽ ഒരു റോം കത്തിയെരിയുമ്പോൾ നീറോ വീണം കിട്ടുന്നതിന് തുല്യമാണ് എന്നതുപോലെയാണ് ഇത് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരാൾ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മുഖ്യമന്ത്രി എന്തു പിഴച്ചു? 3 മണിക്ക് വൈകി അല്പം ആഹാരം കഴിച്ചുപോയി. മുഖ്യമന്ത്രിക്ക് വിഭവസമൃദ്ധമായ ഊണ് കൊടുത്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അഭിമാനപൂർവ്വം ഫേസ്ബുക്കിൽ ഇട്ടവർ പറ്റിച്ച പണിയാണ്. പ്രകൃതി ദുരന്തം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പിണറായിയെ മാതൃകയാക്കാനാണ് മുൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ ആഹ്വാനം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, മലബാറിൽ ഒരു കാപ്പി കുടിക്കാൻ പോയാലുള്ള സ്ഥിതി. മലബാറിലെ ഏതെങ്കിലും വീട്ടിലൊരു കാപ്പി കുടി നെയ്ച്ചോറ് ഇറക്കി വെച്ചിട്ട് ആ അടുപ്പത്ത് ചെമ്മീൻ പൊരിച്ചു. അത് ചിലപ്പോ ആദ്യം കൊടുക്കേണ്ടി വരും ചായന്റെ കൂടെ കേട്ടാ. അല്ല, ചായന്റെ കൂടെ പാലപ്പവും മട്ടൻ കറിയും കൊടുത്താ പോരെ? അത് ചോറിന്റെ കൂടെ കൊടുത്താ മതി. ഇപ്പൊ തിന്നാ പിന്നെ ചോറൊന്നുമില്ല. അത് നേരാ. നാടൊട്ടുക്കും ജനങ്ങൾ ഭീതിയിലും നിരാശയിലും കഴിയുമ്പോൾ വിഭവസമർത്ഥമായ വിരുന്നുകൾ മുഴുകുന്ന മുഖ്യമന്ത്രിയുടെ നടപടി. ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാ പോയത്. ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? കപ്പയും മീനുമാണോ മിനിസ്റ്ററുടെ ഇഷ്ടവിഭവങ്ങൾ? അത് കുട്ടിക്കാലം മുതൽക്കേ എന്നും കിട്ടിയിട്ടുള്ളത് ഇതാ. അതുകൊണ്ടായിരിക്കാം ഇതാണ് എന്റെ ഇഷ്ടവിഭവങ്ങൾ. ഇച്ഛാശക്തിയോടുകൂടി ഭരണം നടത്തുവാൻ ശ്രീ വി ഡി സതീശൻ പിണറായി വിജയനെ മാതൃകയാക്കാൻ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? ഭക്ഷണ വിവാദം കഴിഞ്ഞാൽ അടുത്ത ഇനം ഹെലികോപ്റ്ററാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് ദൂർത്തെന്ന് വിമർശിച്ച ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതേ ഹെലികോപ്റ്ററിൽ തന്നെ സഞ്ചരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഒരു ദിവസം 2 നേരം കൊച്ചിയിലേക്ക് ഹെലികോപ്റ്ററിൽ പറന്നത് എന്തിനായിരുന്നു എന്ന് ഇതുവരെയും വ്യക്തമായില്ല. പിന്നെ ഹെലികോപ്റ്റർ തന്നെ വന്നാ മതി. പ്രളയ ദുരിതാശ്വാസത്തിനോ അടിയന്തര ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ അല്ല, മറിച്ച് തികച്ചും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് 2 തവണ ഹെലികോപ്റ്റർ പറഞ്ഞത്. ഔദ്യോഗികമായ ആവശ്യത്തിന് തന്നെയാണ് പോയത്. സംസ്ഥാനത്തിന് ഗുണപരമായ ഒരു കാര്യത്തിനാണ് പോയത്. ഞങ്ങളിങ്ങനെ കുറ്റവാളികളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു ഹെലികോപ്റ്റർ കയറിപ്പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യും? എന്നാ എനിക്കറിയാം, മറ്റൊരു ഹെലികോപ്റ്ററിൽ ഞങ്ങൾ അവരെ ഫോളോ ചെയ്യും. മുൻ സർക്കാരിൻ്റെ കാലത്ത് നാടിൻ്റെ അടിയന്തര ആവശ്യങ്ങൾക്കാണ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഭരണാധികാരികൾ സ്വന്തം സുഖ സവാരിക്കാണ് അത് ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് ഒരാവശ്യം വന്നാലല്ലേ ഹെലികോപ്റ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കാറിൽ പോയാൽ പോലെ. കാറും ട്രെയിനും എത്താൻ വൈകുന്നിടത്താണ്
ഹെലികോപ്റ്റർ ഉപയോഗിക്കുക. അത് സാധാരണ പതിവാണ്. എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള ഒരു ഹെലികോപ്റ്റർ വീടിന് മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഓടിക്കാൻ ഒരു പൈലറ്റും. ഓ അങ്ങനെ. വാടകയ്ക്കെടുത്ത് വെറുതെ ഇട്ടിരിക്കുന്ന ഹെലികോപ്റ്റർ എടുത്തുകൊണ്ടുപോയി ഒന്ന് പറന്നു വരുന്നതിൽ തെറ്റില്ല. വെറുതെ ഇട്ടിരുന്നാൽ ഹെലികോപ്റ്ററിൽ തുരുമ്പ് കയറിയാലോ? മാത്രമല്ല സംസ്ഥാനത്തിന് ഒരു നയ പൈസയുടെ നഷ്ടവുമില്ല. ചുമ്മാ പറന്നോട്ടെ എന്നേ നമ്മുടെ മുഖ്യമന്ത്രി. ജനങ്ങളുടെ നികുതിപ്പണം വായുവിൽ പറത്തിക്കളയുന്ന ഇത്തരം നടപടികളിലൂടെ ഭരണ സംവിധാനത്തിൻ്റെ ഊന്നൽ എന്തിലാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. ₹1 ഈ സർക്കാരിന് അതുകൊണ്ട് നഷ്ടമുണ്ടായിട്ടില്ല. ₹1 വെറുതെ വാടകയ്ക്കെടുത്ത് മാസം 80 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്ന സാധനമാണ് ഉപയോഗിച്ചത്. ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. പിണറായി ഹെലികോപ്റ്റർ കയറിയ ഞങ്ങൾ ആരും പരാതി പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായ ഭാഷയിൽ നിയമസഭയിൽ പ്രസംഗിച്ച ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ. സംസ്ഥാനത്തിന് ഗുണമുള്ള കാര്യത്തിനാണ് പോയത് എന്ന് പറഞ്ഞല്ലോ. ശരിക്കും എന്തിനാണ് പോയത്? ആരെ കാണാനാണ്? നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. ഒരിക്കൽ പോയിട്ട് ഇറങ്ങാൻ പറ്റാതെ തിരിച്ചു വന്ന് രണ്ടാമത് വീണ്ടും പോയിട്ടാണ് ഭാര്യ പിതാവിനെ കണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് പേര് വെളിപ്പെടുത്താനാവാത്ത ഏതോ നിക്ഷേപകനെ കാണാൻ ആണ് ഞാൻ പറന്നുപോയത് എന്ന് വിശദീകരിച്ചത്. അപ്പൊ പോവാല്ലേ? ഓക്കെ. ഏതാ ഈ ഇത്ര വലിയ VIP നിക്ഷേപകൻ? ഇനിയിപ്പോൾ അവരുടെ പേര് പറഞ്ഞിട്ട് അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവരുടെ പേര് കൂടി വലിച്ചേക്കുക. അതെ, പേര് പറഞ്ഞാൽ നിക്ഷേപിക്കാനുള്ള സാധ്യത കുറഞ്ഞു പോകും എന്നുള്ളത് പറയുന്നില്ല എന്നാണ് പറയുന്നത്. വേറൊരു കളവ്. അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? അതിൻ്റെ അത് തീരുമാനം ഉണ്ടാകുമ്പോൾ നിങ്ങളോട് പറയാം. മനസ്സിലായി? ഞാൻ അവരെയും കൂടി വലിച്ചയച്ച് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തില്ല. ആരെയെങ്കിലും കണ്ടതായിട്ടുള്ള ഒരു തെളിവും നമ്മുടെ മുമ്പിലില്ല. എന്നിട്ട് ആരാണെന്ന് പറയുന്നുമില്ല. ബാക്കി വല്ലതുണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. വിവാദം കടുത്തപ്പോൾ മുഖ്യമന്ത്രി നൽകിയ രണ്ടാം വിശദീകരണം അതിനേക്കാൾ പാളി. കൊച്ചിയിൽ നിക്ഷേപ ഗ്രൂപ്പിനെ കാണാനാണ് പോയതെന്ന് ആദ്യം പറഞ്ഞ മുഖ്യമന്ത്രി പിറ്റേന്ന് കഥ മാറ്റി. കൊച്ചിയിൽ മറ്റ് ഔദ്യോഗിക പരിപാടികൾക്ക് പോയപ്പോൾ അവരെയും കണ്ടു എന്നായി. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞു. താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ? 5 മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞതെന്ന് തോന്നാ. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞു. കൈമളെ സത്യം പറയണം, ഇതിലെന്തോ ചുറ്റിക്കളിയില്ലേ? ഞാൻ ഔദ്യോഗികമായിട്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട നിക്ഷേപകനെ കണ്ടെത്താൻ വേണ്ടി അവർ വന്ന് കാത്തിരിക്കുകയായിരുന്നു. അവരെ കാണാൻ വേണ്ടി പോയതാണെന്നാണ് ആദ്യം പറഞ്ഞത്. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നേരത്തെ പറഞ്ഞത് അല്ല ഇപ്പം പറഞ്ഞത്. ഇപ്പം എന്നാ പറഞ്ഞത്? ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞു. സംഭവം പൊളിഞ്ഞായിരുന്നു. നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞെന്ന് നീ വെച്ചേ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസ്ഥ. നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ വിവാദമാക്കാൻ താല്പര്യം. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേണ്ട, ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി ഒന്നുമില്ല പറഞ്ഞു. കൊച്ചിയിലുള്ള ബന്ധുവിനെ മുഖ്യമന്ത്രി അന്നേ ദിവസം ആശുപത്രിയിൽ സന്ദർശിച്ചതാണ് അടുത്ത പ്രശ്നം. മുഖ്യമന്ത്രി ആയെന്ന് വെച്ച് ബന്ധുവിനെ കാണാതിരിക്കാനാകുമോ? കുടുംബസ്നേഹം ഇല്ലാതിരിക്കണോ? ഏതാണ് പരിപാടി ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് ഔദ്യോഗിക പരിപാടിക്ക് പോയപ്പോൾ ഭാര്യ പിതാവിനെ കണ്ടു. അതൊരു മര്യാദയല്ലേ? എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വലുതാണ്. ഭാര്യ പിതാവിനെ കാണാൻ പോകുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ലല്ലോ. ഇനി ഹെലികോപ്റ്റർ എടുത്തിട്ടാണ് പോകുന്നെങ്കിൽ പിന്നെ അതിൻ്റെ മാനസിക എന്തെങ്കിലും ഒരു ധാർമ്മിക മൂല്യം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് അത്യാവശ്യത്തിന് പോണ്ടി വന്നു, അത് ഞാൻ തന്നെ പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. മംഗലാപുരത്ത് പോയതും രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നല്ലോ. ഇപ്പോഴും രഹസ്യ കൂടിക്കാഴ്ചയാണല്ലോ. വെളുക്കാൻ തേച്ചത് പാട്ടായി, പാട്ടായി അല്ല പാണ്ടായി.
പ്രിയദർശിനി ബസ് സ്ത്രീകൾക്ക് നൽകുന്ന ആദരവാണ് എന്നാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന ദിവസം പറഞ്ഞത്. ഗതാഗത മന്ത്രി ഇപ്പോൾ പറയുന്നു സ്ത്രീകൾ സൗജന്യത്തിന് വേണ്ടി ബസ്സിൽ തള്ളിക്കയറുകയാണെന്ന്. ഇങ്ങനെ പ്രിയദർശിനി യാത്രക്കാരെ ആദരിക്കരുത് ബഹുമാനപ്പെട്ട മന്ത്രി. ഇത് വല്ലാത്തൊരു ആദരവായിപ്പോയി. ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാണ്. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ഫോർ എക്സാമ്പിൾ, ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്റെ അമ്മയെ നാട്ടിച്ച്. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. സൗജന്യങ്ങൾക്കായി സ്ത്രീകൾ പാവപ്പെട്ടവരായി അഭിനയിക്കുന്നുവെന്നാണോ മന്ത്രി പറയുന്നത്? അങ്ങനെയെങ്കിൽ പ്രിയദർശിനി യാത്രക്കാരായ സ്ത്രീകളുടെ അഭിനയ മികവിനെയും മന്ത്രി അഭിനന്ദിക്കുന്നുണ്ട്. മന്ത്രിയുടെ പുരുഷ മേധാവിത്വ ചിന്തയിൽ നിന്നാണ് സ്ത്രീകൾക്ക് എന്തോ ഔദാര്യം നൽകുന്നു എന്ന നിലയിലുള്ള ഈ പരാമർശങ്ങൾ വരുന്നത്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. ഈ പ്രസി ജോലി ചെയ്യുന്നവരും ബാങ്കിൽ പണിയെടുക്കുന്നവരൊക്കെ പാസ് ചോദിച്ചാലേ പിന്നെ എല്ലാവർക്കും പാസ് കൊടുക്കേണ്ടി വരുമല്ലോ. അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പാവപ്പെട്ടയാളായി സ്ത്രീകൾ അഭിനയിച്ച് കാട്ടുകയാണ് എന്ന് മന്ത്രി അധിക്ഷേപിക്കുകയാണ്. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. മഹാന്മാരടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണുടഞ്ഞു പോകുന്ന പറഞ്ഞാൽ സത്യ. അതേപോലെ തന്നെ സ്വകാര്യ ആശുപത്രികൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടിയാണ് മന്ത്രിയുടെ പരാമർശം. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആശുപത്രിയുടെ വരാന്തയിലാണോ ചികിത്സ നടക്കുന്നത്? ഞാൻ സംസാരിച്ചു. സാധാരണക്കാരുടെ ഉത്കർഷേച്ഛയെക്കുറിച്ച് പറയാനാണ് ശ്രമിച്ചത് എന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ അതിനുപയോഗിച്ച വാചകങ്ങളിൽ ഔചിത്യക്കുറവുണ്ടായി. എന്തായാലും ഖേദം പ്രകടിപ്പിച്ച് മന്ത്രി തലയൂരി. കേരളത്തിലെ സ്ത്രീകളെ അവമാനിച്ച ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ജനങ്ങളോട് മാപ്പ് പറയണം. മാപ്പ് പറയാൻ വന്നതാ. ഓഹോ, അപ്പൊ പറ കേക്കട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാനത് പറയാൻ പാടില്ലായിരുന്നു. അവിടെ തീർന്നു. അത് ഇതെന്ത് മാപ്പ്? ഒരു സെന്റൻസ് എങ്കിലും വേണ്ടേ? നല്ല സൈലൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കടാ. ഖേദം പ്രകടിപ്പിക്കാം. എന്താ വിഷമം? എനിക്കൊരു ഈഗോയും ഇല്ല. കാരണം അങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഔപചാരികമായിട്ട് പറയുന്നു, ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. മാപ്പ് മാപ്പ് മാപ്പ്.